ഹോസ്പിറ്റലിൽ പോയിട്ടോ. 11:30 അപ്പോയിൻമെൻറ്റ്. കൂട്ടുകാരി ഇപ്പോൾ വിളിക്കും. പോയിട്ട് വരാമേ. വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വഴി വന്നു കേട്ടോ. ഇവിടെ നിൽക്കുമ്പം ഇപ്പോൾ കൂട്ടുകാരി വിളിക്കും. എന്നിട്ട് ഓട്ടോ പിടിക്കണം. വിളിച്ചിട്ട് ഓട്ടോ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എളുപ്പത്തിന് ഇങ്ങോട്ട് വന്ന് നിൽക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിൽ നിൽക്കുക. എഴുതി വെച്ചിരിക്കുന്ന ഡിമാർട്ടാണ്. അതിൻ്റെ ബാക്കിലാണ് നമ്മളുടെ വീട്. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് റിലയൻസ് ഡിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞാനങ്ങനെ ഓട്ടോയിൽ കയറി വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ പോവുക. ഞാൻ മാത്രമാണ് പോയത്. ആരൺ കോളേജിൽ പോയി. അപ്പോൾ എൻ്റെ ചർച്ചിലെ ഫ്രണ്ട് പുള്ളിക്കാരി രേഷ്മ നേഴ്സാണ്. അപ്പം എന്നെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലല്ല, വേറൊരു IT കമ്പനിയിൽ ഡോക്ടേഴ്സും നേഴ്സസും കുറേ ഉണ്ട്. അപ്പോൾ ആ IT കമ്പനി ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ള IT കമ്പനിയിലാണ് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റാണ്. അപ്പോൾ 1.5 മണിക്കൂർ പുള്ളിക്കാരി ഡോക്ടറോട് പറഞ്ഞിട്ട് ഇറങ്ങിയത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി. ലീവ് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഓട്ടോയിൽ കയറി വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവിടെ വഴിയിൽ ഈ പുള്ളിക്കാരിയുടെ ഓഫീസിൻ്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ പുള്ളിക്കാരി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വീഡിയോ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ വർത്തമാനം പറഞ്ഞ് കിലുകിലോ ആ വർത്തമാനം പറഞ്ഞ് അങ്ങ് പോയത് കാരണം ഉണ്ടല്ലോ എല്ലാ കാര്യവും മറന്നുപോയി. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ എടുത്തില്ല. ഒന്നാമതെ ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുന്ന പ്രതീതിയായിരുന്നു. KMC നമ്മുടെ കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന അത് 3 ഇവിടെ ഉള്ള മെയിൻ ഉള്ള ഹോസ്പിറ്റൽ. മെയിനായിട്ടുള്ള KMC ഉടുപ്പിയിലാണ്. പിന്നെ മണിപ്പാൽ അത്. പിന്നെ ഒരെണ്ണം ഇപ്പം എന്നെ കൊണ്ടുപോകുന്ന ഈ ടൗണിലുള്ളത്. പിന്നെ ഒരെണ്ണം ഞങ്ങളുടെ വീടിൻ്റെ താഴെയുണ്ട്. അത് ശരിക്കും മെഡിക്കൽ കോളേജ് പിള്ളേർ പഠിക്കുന്നതാണ്, ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള. അപ്പോൾ അവിടെ പക്ഷേ ഡോക്ടേഴ്സൊക്കെ അത്ര ഭയങ്കര കൂടിയ ഡോക്ടേഴ്സ് കുറവാണ്. അപ്പോൾ ഇത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇപ്പം എന്നെ കൊണ്ടുപോയത്. അതും KMC തന്നെ. പക്ഷേ ഭയങ്കര കൂടിയ ഡോക്ടേഴ്സൊക്കെ. അന്നേരം ഇച്ചിരി ഫീസൊക്കെ കൂടുതലാണ്. 550 രൂപയായിട്ട് ഡോക്ടർക്ക് 100 രൂപ ചീട്ടെടുക്കുന്നതിന്. പിന്നെ ഡോക്ടറെ കണ്ട് ഇത് അലർജി, എനിക്കിങ്ങനെ ഈ സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് എന്തോത്തിൻ്റെ ഒരു അലർജി പിടിച്ചതാണ്. എന്നതാണെന്ന് അറിയത്തില്ല, ചൊറിച്ചിൽ. അപ്പം അതിന് മരുന്ന് തന്നു. 2 ആഴ്ച കഴിയുമ്പോൾ ചെല്ലണം. ഹോസ്പിറ്റലിൻ്റെ വീഡിയോ എടുത്തില്ല. ഹോസ്പിറ്റലിൻ്റെ വീഡിയോ അതുകൊണ്ട് ഇങ്ങനെ ഞെട്ടലിൽ നിന്നുകൊണ്ട് എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് എളുപ്പം ചെല്ലേണ്ടി ആയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്ത് ലാഗടിച്ച് നിന്നുമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരിയുടെ കൂടെ ഞങ്ങൾ റിസപ്ഷനിൽ നിൽക്കുന്ന പിന്നെ PRO ഉണ്ട്. പുള്ളിക്കാരിയോട് ചോദിച്ചപ്പോൾ ചോദിക്കുകയൊന്നും വേണ്ട, നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴേ നമ്മളുടെ അടുത്തോട്ട് വന്ന് എന്തോ കാര്യം എന്ന് തിരക്കിയിട്ട് ഓരോ സെക്ഷനിലോട്ട് അങ്ങ് വിടും. അപ്പം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് അപ്പോൾ അവിടെ അടുത്തയാൾ നിൽപ്പുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ന പോലെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാനെന്ന് പറയുമ്പോൾ നമ്മളെ റിസപ്ഷനിലോട്ട് കൈ ചൂണ്ടി കാണിച്ചു തരും. അപ്പോൾ ആ റിസപ്ഷനിൽ നമ്മൾ ചീട്ടെടുക്കുക, ഡോക്ടർ ഫീസും അടയ്ക്കുക. എന്നിട്ട് നമ്മുടെ പേര് വിളിക്കുമ്പം നമ്മൾ ഡോക്ടറുടെ അടുത്ത് ഇരിക്കുക. തൊട്ടപ്പുറത്ത് തന്നെ ക്യാബിനായിരുന്നു. അപ്പോൾ ആ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചത്തേക്ക് രാത്രി മാത്രം ഒരു ഗുളിക കഴിക്കാനും പിന്നെ 2 ഓയിൻമെൻറ്റ് തന്നു. അത് 2 കൂടെ മിക്സ് ചെയ്തിട്ട്, ഒന്ന് കലാമിൻ ലോഷൻ പോലെ ഒന്ന് വേറൊരു ക്രീം പോലെ, 2 കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞിട്ട് തേക്കാൻ പറഞ്ഞു. എന്നിട്ട് 2 ആഴ്ചത്തേക്ക് തന്നിരിക്കുക ഈ രാത്രി കഴിക്കാനുള്ള ഗുളിക, ഈ ഓയിൻമെൻറ്റ്. അത് കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗറും നോക്കിയിട്ട് ബ്ലഡ് ടെസ്റ്റ്, ഈ സ്കിന്നിൻ്റെ അലർജിയുടെ ടെസ്റ്റുണ്ട്, വൈറ്റമിൻ ഡിയുടെയും പിന്നെ ഒരു IG ടെസ്റ്റും. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് നമ്മൾ 2 ആഴ്ച കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ റിസൾട്ട് കാണുമ്പോൾ അറിയാമല്ലോ ഇത് എന്തിൻ്റെയാണ്, വല്ലോ ഇനി കടിച്ചതാണോ അല്ലെങ്കിൽ വല്ലോ ഫുഡ് അലർജിയാണോ എന്നതാണെന്ന് അറിയത്തില്ല. എനിക്ക് 2020 തൊട്ട്
ഇങ്ങനെ 5 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലൊന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ചൊറിയും പോകും, പിന്നെയും ചൊറിയും പോകും. അങ്ങനെ ഒന്ന് വന്ന് ഇങ്ങനെ മരുന്നും കഴിച്ചത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം വരത്തില്ല, അടുത്ത വർഷം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നാൾ എനിക്ക് ആദ്യം വന്നപ്പം 2020 കോട്ടയത്തെ ഡോക്ടർ ബ്ലഡ് നോക്കിയപ്പം വൈറ്റമിൻ ഡിയുടെ കുറവായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്നാന്നുള്ളത് 2 ആഴ്ച കഴിയുമ്പോൾ അറിയാം. ഇനി പോകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെയും എൻ്റെ ഡോക്ടറുടെ ക്യാബിനിലെ റൂമിൽ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല. എന്നാലും റിസപ്ഷനും ഫാർമസിയും അങ്ങനെയുള്ള എല്ലാം ഹോസ്പിറ്റലും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇനിയിപ്പം നമുക്കെല്ലാം മനസ്സിലായില്ല. ആദ്യം ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ടൊരു കാശ് ഒത്തിരി ആവുമോയെന്നൊരു പേടിയൊക്കെ ആയിരുന്നുകൊണ്ടൊരു അമാന്തിച്ചാണ് നിന്നേ. അപ്പം പിന്നെ അതുകൊണ്ടുമൊക്കെയാണ് വീഡിയോ എടുക്കാൻ. ഹോസ്പിറ്റലിൻ്റെ മാത്രം മിസ്സായിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ബ്ലഡിൻ്റെ റിസൾട്ട് എല്ലാം നോർമലായിരിക്കണം. ഇനിയും കാശൊന്നും ആകല്ല, ഈ മരുന്നും കൊണ്ടങ്ങ് എല്ലാം ഓക്കെ ആകണം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരയുമ്മ.